രണ്ടാമത് ഒരിക്കൽ പ്രേമിച്ച് ഒഴിവാക്കിയ ശേഷം രണ്ടാമത് അവരെ കൂട്ടിച്ചേർത്ത് ഒരു വിവാഹം കഴിച്ചതാണ്. ചെക്കൻ എന്ന് പറഞ്ഞത് എൻ്റെ ഒരു റിയാലിറ്റിയാണ്. എൻ്റെ ഒരു കുടുംബത്തിൽപ്പെട്ടതാണ് ചെക്കൻ. ഈ ശിവില എന്നാണ് എൻ്റെ ഭാര്യ, എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ മോനാണ് ഈ സോനനെ കെട്ടിയ ആൾ. അപ്പോൾ എനിക്കും വലിയ ഒരു സംശയമുണ്ട്, എല്ലാം ഉണ്ട്, ഉറപ്പുണ്ട്. ഓരോ കുടുംബത്തിലെ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. 100% എനിക്ക് ഉറപ്പാണ് ഇത് കുറവെന്ന് തന്നെയാണ്. പേരാമ്പ്ര ചെറുവണ്ണൂരിൽ കക്കരമുക്ക് സ്വദേശിയായ സോന എന്ന് പറയുന്ന 7 മാസം പ്രഗ്നൻ്റായ യുവതി മരിച്ചതുമായി ബന്ധപ്പെട്ട് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഇതുവരെ പ്രാഥമിക നിഗമനമായിട്ട് പറഞ്ഞത് വാഹനത്തിൻ്റെ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും അപകട കാരണമെന്നായിരുന്നു. എന്നാൽ അതല്ല എന്ന് ഇപ്പോൾ തീർച്ചയായിട്ടും ഉറപ്പായിരിക്കുകയാണ്. കാരണം ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തു വന്നപ്പോൾ കാറിൻ്റെ എഞ്ചിനോ വയറിംഗ് സംവിധാനത്തിനോ ഒന്നും തന്നെ യാതൊരു തകരാറുമില്ല. ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നതിൽ തീർച്ചയായിട്ടും നാട്ടുകാരും ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ്. നാട്ടുകാരടക്കം പറയുന്നത് ഈ റിജിൻലാൽ എന്ന് പറയുന്ന വ്യക്തി അത്ര നല്ല ആളല്ല എന്നും അദ്ദേഹവും അതുപോലെ തന്നെ സോന എന്ന് പറയുന്ന യുവതിയുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സോനയുടെ അമ്മ പറയുന്നത് റിജിൻലാലിന് മറ്റൊരു പ്രണയബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഈ സോന എന്ന് പറയുന്ന യുവതിയെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു സമയത്ത് ഈ സോന ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി റെയിൽവേ ട്രാക്ക് വരെ പോയതെത്തുന്ന സമയത്താണ് ഇത്തരത്തിൽപ്പെട്ട കക്കറമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇത്തരത്തിൽപ്പെട്ട ഒരു അപകടം ഉണ്ടാകുന്നത്. അവിടെ തോടുണ്ട് എന്ന് എല്ലാം റിജിൻലാലിന് വളരെ നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്ത രീതിയിലാണ് കാറ് കണ്ടെത്തിയത്. പിന്നെ എന്തുകൊണ്ട് റിജിൻലാൽ അവരുടെ സ്വന്തം ഭാര്യയെ രക്ഷിച്ചെടുക്കാനുള്ള യാതൊരു പ്രവർത്തനവും നടത്തിയില്ല എന്ന് തന്നെയാണ് നാട്ടുകാരടക്കം സംശയം പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ 100% കൊലപാതകമാണ് എന്ന് തന്നെയാണ് നാട്ടുകാർ വെളിപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ സംഭവ സ്ഥലത്ത് ആദ്യമായി എത്തിയ ആളുടെ വെളിപ്പെടുത്തൽ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നേ നാട്ടുകാരുടെ പ്രതികരണം നമുക്കതുകൂടി കേൾക്കാം. ഇവര് പ്രണയവിവാഹമായിരുന്നു. രണ്ടാമത് ഒരിക്കൽ പ്രേമിച്ച് ഒഴിവാക്കിയ ശേഷം രണ്ടാമത് അവരെ കൂട്ടിച്ചേർത്ത് ഒരു വിവാഹം കഴിച്ചതാണ്. കാറിന് യാതൊരു കേടും സംഭവിച്ചിട്ടില്ല. കാറിൻ്റെ ബേക്ക് ഭാഗമോ മുൻഭാഗമോ ഒന്നും ചെയ്തിട്ടില്ല. ആ സ്ഥിതിക്ക് കാറിൽ ഇതെങ്ങനെ സംഭവിച്ചെന്നുള്ളത് അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞ അപാര ശബ്ദത്തിലാണ് പൊട്ടിയിരിക്കുന്നതെന്ന്. അങ്ങനെ പൊട്ടിയാണെങ്കിൽ സംഭവിക്കുകയാണെങ്കിൽ വയർ ഷോട്ടാണെങ്കിൽ അതിന് എന്തെങ്കിലും മുന്നിലെ എഞ്ചിന് എന്തോ സംഭവിക്കണം. എഞ്ചിനും സംഭവിച്ചിട്ടില്ല, പെട്രോൾ ടാങ്കൊക്കെ സംഭവിച്ചിട്ടില്ല. ഈ വലിയ ശബ്ദം ഉണ്ടായെന്ന് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സംശയം എന്താണ് ഇത് സംഭവിച്ചതെന്ന് എന്നുള്ള സംശയമാണ് ഞങ്ങൾക്കുള്ളത്. അന്വേഷണം തരണം. ഇത് 100% ഉറപ്പാണ്. ഇതൊരു കൊലപാതകം തന്നെയാണ്. ഇത് ഈ ചെക്കൻ എന്ന് പറഞ്ഞത് എൻ്റെ ഒരു റിയാലിറ്റിയാണ്. എൻ്റെ ഒരു കുടുംബത്തിൽപ്പെട്ടതാണ് ചെക്കൻ. ഈ ശിവില എന്നാണ് എൻ്റെ ഭാര്യ, എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ മോനാണ് ഈ സോനനെ കെട്ടിയ ആൾ. അപ്പോൾ എനിക്കും വലിയ ഒരു സംശയമുണ്ട്, എല്ലാം ഉണ്ട്, ഉറപ്പുണ്ട്. ഓരോ കുടുംബത്തിലെ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. 100% എനിക്ക് ഉറപ്പാണ് ഇത് കുറവെന്ന് തന്നെയാണ്. 100% ഇതിലെന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അത് ഞങ്ങൾ പറയാൻ കാരണം അതുകൊണ്ട് നല്ലൊരു അന്വേഷണം ഇതിൽ വെക്കണം എന്നാണ്. കാരണം ഇതിൻ്റെ പുറകിൽ ആരൊക്കെയോ കളിക്കുന്നുണ്ട്, നല്ല കളി കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോൺ ഉപയോഗിക്കില്ല, പിന്നെ കുടുംബക്കാരെ വിളിക്കാൻ സമ്മതിക്കില്ല, പിന്നെ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കില്ല, ഞങ്ങളെ ബന്ധുക്കാരും വിളിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുന്നത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. റിജിൻലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബക്കാരനടക്കം പറയുന്നു 100% ഇത് കൊലപാതകമാണ്. കാരണം ഇതിൻ്റെ മുന്നേ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ സോന എന്ന് പറയുന്ന യുവതിയുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ് ഈ റിജിൻലാൽ. അവരുടെ ബന്ധത്തിൽ നിന്ന് ഒയ്യാൻ മാക്സിമം റിജിൻലാൽ ഈ യുവതിയുടെ മേൽ പ്രഷർ ചെലുത്തിയിരുന്നു. പക്ഷേ എന്നിട്ടും ഗർഭിണിയായതുകൊണ്ട് മാത്രമാണ് തിരിച്ചു കൊണ്ടുവന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ നാട്ടിൽ ആകെ സംസാരം. അതുപോലെ തന്നെ ഈ റിജിൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് മറ്റൊരു യുവതിയുമായിട്ട് പ്രണയമുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മുടെ മരിച്ച സോനയുടെ അമ്മ തന്നെ പറയുന്നത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു അപകട മരണമല്ല, കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതായിട്ട് വരും. നാട്ടുകാർ ഒന്നടങ്കം ഇത്തരത്തിലുള്ള അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ കാണും. പിന്നെ അതുപോലെ തന്നെ ഇന്ധന ടാങ്കിനോ അതുപോലെ തന്നെ ബോണറ്റിനോ അതുപോലെ ഷോർട്ട് സർക്യൂട്ടോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ള ഫോറൻസിക് പരിശോധനാ ഫലം കൂടി ഇപ്പോൾ നിലനിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും 100% സംശയങ്ങൾ റിജിൻലാലിലേക്ക് തന്നെ പോവുകയാണ്. അദ്ദേഹം 65% പൊള്ളലേറ്റുകൊണ്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ചികിത്സയിലാണ്. അദ്ദേഹം ചാടി രക്ഷപ്പെട്ടു എന്നും പെട്ടെന്ന് തീപിടിച്ച സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു സ്ഫോടന സൗണ്ട് അവിടെ ഉണ്ടായി എന്നാണ് ആ സംഭവ സ്ഥലത്ത് ആദ്യം എത്തിയ വ്യക്തി പറയുന്നത്. അപ്പോൾ തന്നെ റിജിൻലാൽ വാഹനത്തിന് പുറത്ത് ഇറങ്ങിയിരുന്നു എന്നാണ് പറയുന്നത്. ഇറങ്ങിയതിന് ശേഷം യാതൊരു ശ്രമവും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. ത്തോടുകൂടിയാണ് നേരത്തെ ഫസ്റ്റിൽ ശബ്ദമാണ് ഉണ്ടായത്. അതിനുശേഷം ഇത് വണ്ടി പാടി കത്തുന്നതാണ് കണ്ടത്.
ഓടി വന്ന് തോട്ടിൽ വെള്ളമുള്ളതുകൊണ്ട് ബക്കറ്റൊക്കെ ആയിട്ട് ഞങ്ങൾ ഈ പ്രദേശവാസികളൊക്കെ വന്ന് ബക്കറ്റിൽ വെള്ളം എടുത്ത് തീ അണച്ച്. അപ്പോൾ ഈ ഡ്രൈവർ ഇതിൽ നിന്ന് ഡോർ തുറന്ന് പുറത്തേക്ക് നേരത്തെ എത്തിക്കുന്നുണ്ട്. അപ്പോൾ മുന്നെയാണ് പറയുന്നത് ബാക്കിൽ എൻ്റെ ഭാര്യ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ബാക്കിലെ ഡോറ് പൊട്ടിച്ചാണ് എടുത്തത്. അപ്പോഴത്തേക്ക് ഇവൻ ഇറങ്ങിയിട്ട് ഇവനും തീ ഗോളായിട്ടാണ് ഈ തോട്ടിലേക്ക് ഇറങ്ങുന്നത്. എൻ്റെ ബാക്ക് സൈഡ് ഫുള്ളായിട്ട് കത്തിപ്പോയിട്ടുണ്ട്. ഞങ്ങൾ ഒരു തുണി വെച്ചിട്ട് അതിലാണ്. അപ്പോൾ അപകടമുണ്ടായ ഉടനെ തന്നെ റിജിൻലാൽ പുറത്തിറങ്ങിയ ശേഷം ഞാൻ പറഞ്ഞതുപോലെ തന്നെ സഹോദരിയെ രക്ഷിക്കാനുള്ള പ്രാഥമിക പരിപാടികളൊന്നും തന്നെ ചെയ്തിരുന്നില്ല. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തുള്ള കുളത്തിലേക്ക് എടുത്തു ചാടുകയാണ് ഉണ്ടായത്. ആ കുളത്തിൽ നിന്ന് തന്നെയുള്ള വെള്ളങ്ങൾ മുക്കിയാണ് അവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടി ചേർന്നിട്ട് ആ തീ കെടുത്തിയത് എന്ന് പറയുന്നു. വളരെ സംശയം തന്നെ നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. കാരണം വളരെ സംഘടിതപരമായിട്ട് ആ സ്ഥലം തന്നെ റിജിൻലാൽ തിരഞ്ഞെടുക്കുന്നു. കക്കറമുക്കിലെത്തിയപ്പോഴാണ് വാഹനത്തിന് തീപിടിക്കുന്നത്. വാഹനത്തിൻ്റെ തീപിടിക്കാൻ വാഹനത്തിൻ്റെ ഇലക്ട്രോണിക് സംവിധാനത്തിനോ എഞ്ചിനോ അതുപോലെ തന്നെ യാതൊരു തകരാറുമില്ല എന്ന തീർച്ചയായും ഫോറൻസിക് ഫലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് പിൻസീറ്റിലിരിക്കുന്ന അവരുടെ സീറ്റിൻ്റെ അടിയിൽ നിന്ന് ഇത്രയും വലിയ സൗണ്ടിൽ പൊട്ടിത്തെറി ഉണ്ടായത് എന്നുള്ളത് സംശയാസ്പദമായ കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എല്ലാ വിരലുകളും ഇപ്പോൾ റിജിൻലാലിന് നേരെയാണ് ഉയരുന്നത്. അതിന് ഞാൻ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ മുന്നേ തന്നെ സോനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ ശക്തിയായി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രണയബന്ധം അദ്ദേഹത്തിന് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വന്തം വീട്ടുകാരുമായിട്ടൊന്ന് ഫോണിൽ സംസാരിക്കുന്നതിന് പോലും അദ്ദേഹം വിലക്കേർപ്പെടുത്തിയിരുന്നു. പാലേരി വീട്ടിലേക്ക് അവരെ പറഞ്ഞേക്കാൻ, അവരുടെ വീടാണ് സോനയുടെ, അവരുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ ഒന്നും തന്നെ റിജിൻലാൽ തയ്യാറായിരുന്നില്ല. അമ്മയടക്കമുള്ളവരുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നതിനും വിലക്കേർപ്പെടുത്തിയിരുന്നു. എന്നീ കാര്യങ്ങളെല്ലാം തന്നെ കൂട്ടി വായിക്കുമ്പോൾ ഈ സോനയുമായിട്ട് വലിയ രീതിയിലുള്ള ഉൾപ്രശ്നങ്ങൾ ഇവർ തമ്മിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കരുതിക്കൂട്ടി അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയി ഇത്തരത്തിൽപ്പെട്ട ഒരു അപകടം സൃഷ്ടിച്ചെടുത്ത് അദ്ദേഹം രക്ഷപ്പെടുകയും അതുപോലെ തന്നെ ഈ സോന എന്ന് പറയുന്ന യുവതിയെയും 7 മാസം വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും കുരുതി കൊടുത്തു എന്ന് തന്നെയാണ് നാട്ടുകാരും കുടുംബക്കാരും വീട്ടുകാരും അമ്മയും അവരുടെ കുടുംബക്കാരനടക്കം ഇപ്പോൾ പറയുന്നത്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ 65% പൊള്ളലേറ്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ മൊഴി അദ്ദേഹത്തിൻ്റെത് എടുക്കുന്നതോടുകൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രശ്നങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.